ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു കോയിൻ ഫോർജ്. കോയിൻ ഫോർജുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കോയിൻ ഫോർജ് വളരെ വിജയകരമായിട്ടുള്ള അതിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി പൂർത്തിയാക്കിക്കൊണ്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2025 മാർച്ച് 13 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന, അതായത് ലൈവായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു കോയിൻ ഫോർജ്. 2026 മാർച്ച് 13 കഴിഞ്ഞ് വളരെ സക്സസ്ഫുള്ളായിട്ട് ഒരുപാട് പേരിലേക്ക് ആത്മാർത്ഥമായിട്ട് ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത വ്യക്തികൾക്കെല്ലാം തന്നെ സാമ്പത്തികമായിട്ട് വളരെ വലിയ മാറ്റം നേടിക്കെടുത്തുകൊണ്ട് അവരുടെ ലൈഫിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം കൊടുത്തുകൊണ്ട് അവരെ ആ ടോട്ടൽ കമ്മ്യൂണിറ്റി ഏറ്റെടുത്തിട്ടാണ് കോയിൻ ഫോർജിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ നിൽക്കുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് പുതിയ പുതിയ പ്ലാനുകൾ, ഓരോ ദിവസവും ഒരുപാട് പ്ലാനുകൾ വരുന്നൊരു മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മുന്നേ ഒരു ROI സിസ്റ്റം ഡെയിലി സെർട്ടൻ പെർസെൻറ്റേജ് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മന്ത്ലി ഒരു സെർട്ടൻ പെർസെൻറ്റേജ് പറഞ്ഞുകൊണ്ടുള്ളായിരുന്ന സിസ്റ്റങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ, അത് ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ ഒരുപാട് പേരുടെ പണം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം ആ ഒരു വാക്ക് അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് അതൊരു NFT ബൈ ആൻഡ് സെൽ എന്നുള്ള രീതിയിലൊക്കെ വന്നു. അവിടെയും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു NFT ബൈ ചെയ്യാം. അത് ഓട്ടോ സെല്ലിലേക്ക് പോയിട്ടൊരു ഡെയിലി 1% 2% ഒക്കെ പ്രോഫിറ്റോട് കൂടിയിട്ട് റിട്ടേൺ വരുന്നു എന്നുള്ള രീതിയിൽ, അതായത് പറയുന്ന വാക്കുകളിൽ മാത്രം മാറ്റം വരുത്തിക്കൊണ്ട് മുൻപ് ചെയ്തിരുന്ന അതേ രീതി തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും അവിടെയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് മുഴുവൻ ഫെയിലിയേഴ്സാണ്. ഒരുപാട് പേർക്ക് നഷ്ടങ്ങൾ മാത്രമാണ് അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ, ഇപ്പോൾ കോയിൻ ഫോർജ് ഇപ്പോൾ ഏകദേശം ഒരു 1 ഇയറിന് മുകളിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്തു പോകുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതുപോലെ സ്മാർട്ട് കോൺട്രാക്റ്റ് എന്നുള്ള പേരിലൊക്കെ ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നിട്ടുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ഒരു പർപ്പസ് ഇല്ലാതെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള പല പ്രൊജക്റ്റുകളിലോടും ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകിച്ചൊരു പർപ്പസ് ഇല്ല. അവർ പറയുന്ന ന്യായം അല്ലെങ്കിൽ അതിന് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ കോയിൻ ഫോർജ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിനാണ് ഞാൻ നമ്മുടെ ഈ ചാനലിൽ തന്നെ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മാർക്കറ്റിലേക്ക് നാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കോയിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കോയിൻ ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റിലൂടെ ഈ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയാണ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുള്ള ആ ന്യായം നമുക്ക് മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ പോലും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻകം സൈഡ് നോക്കണം അല്ലേ. ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയാണ് ആ പ്രൊജക്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഇൻകം കിട്ടണം. അവിടെയും കോയിൻ ഫോർജിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ അല്ലെങ്കിൽ ഇതിൻ്റെ അഫിലിയേറ്റ് സിസ്റ്റം റൺ ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റ് പ്ലാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻകവും കോയിൻ ഫോർജിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു പർപ്പസോട് കൂടിയിട്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ, വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പർപ്പസ് അല്ല എന്തിനു വേണ്ടിയാണ് ആ കമ്മ്യൂണിറ്റി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കോയിൻ ഫോർജിൻ്റെ പ്ലാനിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കോയിൻ ഫോർജിൻ്റെ പ്ലാൻ ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ മാത്രം മതി. അതേപോലെ തന്നെ നമുക്ക് വേറെ ചില സിസ്റ്റങ്ങൾ കാണുന്നത്, നമ്മൾ ഏത് സ്മാർട്ട് കോൺട്രാക്റ്റ് ആക്ടിവേഷൻ ചെയ്താലും അതിൻ്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ വരെ, അല്ലെങ്കിൽ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ വരെ നമുക്ക് റിട്ടേൺസ് എടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻകം സ്റ്റോപ്പ് ആവുന്നു. നമ്മളവിടെ റീഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നുണ്ട്. ഞാൻ പല പ്ലാനുകളും കേൾക്കുന്നത് കൊണ്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്തു എന്ന് മാത്രം. വളരെ രസകരമായിട്ട് ഒരുപാട് പ്രൊജക്റ്റ് പ്ലാനുകൾ മാർക്കറ്റിലുണ്ട്. അതെല്ലാം നമ്മുടെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഇപ്പോൾ ഞാനത് കോയിൻ ഫോർജ് എന്നുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ പ്രൊമോട്ടർ ആയതുകൊണ്ട് മാത്രം പറയുന്നതല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ പ്രൊജക്റ്റിൻ്റെ ഒരു വർക്കിംഗ് പ്ലാൻ അല്ലെങ്കിൽ അതിന് ബിസിനസ് പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കോയിൻ ഫോർജിൻ്റെ ഒരു പ്രൊജക്റ്റ് പ്ലാനുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്കൊരു കോമൺ സെൻസ് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. അല്ലാതെ ഞാനിത് കോയിൻ ഫോർജിൻ്റെ പ്രൊമോട്ടർ ആയതുകൊണ്ട് മറ്റുള്ളതിനെ കുറ്റം പറയുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ ആരും തന്നെ നടത്തേണ്ട ആവശ്യമില്ല. ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാകണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ
എൻ്റെ എന്താ പറയുക മറ്റ് പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഇതൊരു നെഗറ്റീവ് വീഡിയോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പർപ്പസ് ഉണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളൊരു കാറ്റഗറി ആ ഒരു കൺസെപ്റ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെയും കോയിൻ ഫോർജിൻ്റെ ഇൻകം സ്ട്രക്ചർ ഏതൊരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഇൻകമാണ് കോയിൻ ഫോർജിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇമ്മ്യൂട്ടബിൾ ആണ് ഈ ഒരു കോൺട്രാക്റ്റ്. അത് ഈ പ്ലാൻ എന്നും റണ്ണിങ്ങും ആയിരിക്കും. ഇതാണ് എനിക്ക് ഈ വീഡിയോ കാണുന്ന ഒരു ടോട്ടൽ കമ്മ്യൂണിറ്റിയിലേക്ക് തരാനുള്ളൊരു മെസ്സേജ്. സോ ഈ ഒരു വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഉണ്ടായിരിക്കും. ഞാൻ ഈ വീഡിയോയിലും എൻ്റെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വ്യക്തമായിട്ടുള്ള ഒരു പർപ്പസോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റിലൂടെ സ്റ്റേബിളായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ സ്റ്റേബിളായിട്ടുള്ളൊരു ഇൻകം നേടിക്കൊണ്ട് ഭാവിയിലേക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഡയറക്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇനി അതല്ല, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും മറ്റു ഫ്രണ്ട്സിലൂടെയാണ് കിട്ടുന്നതെങ്കിൽ ആരിൽ നിന്നാണോ കിട്ടിയത് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. സമയം കളയാനില്ല നമുക്ക് ആർക്കും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.